ദൈവത്തിൻ്റെ വചനം ജീവിക്കുന്നു, അത് ചൈതന്യമുള്ളതാകുന്നു, അത് ആത്മാവാകുന്നു. ഇന്ന് പകലിൽ ഇവിടെ ആയിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൻ്റെ മീതെ വായികൾ തുറന്ന് ശബ്ദമുയർത്തി ഇന്ന് പകലിൽ ഇവിടെ വെളിപ്പെട്ടുതിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ വായികൾ തുറന്ന് പറഞ്ഞാട്ട്, യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ ഓണർ ചെയ്യുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്നലെ ഹല്ലേലൂയ ഒരു ഫുൾ ഡേ ഞങ്ങളോടിടപെട്ട ദൈവത്തിൻ്റെ സ്വരം ഇന്നു പകലിലും ഞങ്ങളെ കേൾപ്പിക്കണമേ. വചനം പറയുന്നു, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകും? നിത്യ ജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ഇപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷത്തോട് കൽപ്പിക്കുകയാണ്, every demonic strategy that has risen up in the territory, I bring it down in the mighty name of Jesus. പാമ്പിന്മേലും തേളിന്മേലും ശത്രുവിന്റെ സകല ബലത്തിന്മേലും ചവിട്ടുവാനുള്ള അധികാരത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മീതെ ശക്തിയെ റിലീസ് ചെയ്യുക, കൃപയെ റിലീസ് ചെയ്യുക. പാനപാത്രം നിറഞ്ഞു കവിയട്ടെ. വായികളെ തുറന്ന് ആരാധിച്ചു തുടങ്ങുമ്പോൾ ഇന്നു പകലിൽ ശുശ്രൂഷിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം പരിശുദ്ധയാത്മാവിന്റെ ശക്തിയാലും തന്റെ ദൂതഗണത്താലും ഇറങ്ങി വന്ന മഹത്വത്തോടെ ശുശ്രൂഷ വെളി ചെയ്യേണ്ടതിന് ഇന്നു പകലിൽ ജനം പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ദാവീദ് പുത്ര, ഇന്നു പകലിൽ നീ എന്നെ കടന്നു പോകരുത്, ഇന്നു പകലിൽ നീ എന്നെ കടന്നു പോകരുത്. ഇപ്പോൾ തന്നെ ആത്മാന്തരീക്ഷത്തിൽ ഈ ശബ്ദത്തിന്റെ അധീനതയിൽ ഇരിക്കുന്നവരുടെ മേൽ പരിശുദ്ധയാത്മാവിന്റെ ആളത്വം തീ പോലെ ഇറങ്ങി വരികയാ. ഒരു പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പോൾ ചങ്ങലകൾ അവരെ വിട്ടുപോയി. സ്വപ്നം കാണുന്നത് പോലെ അവർ ഒന്നാം വാതിൽ രണ്ടാം കാവൽ കടന്ന് അവർ പട്ടണത്തിനു വെളിയിലെത്തിയതുപോലെ ചിലരുടെ ജീവിതങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാ. ഇപ്പോൾ കാരാഗ്രഹം പോലെ ജീവിതത്തിന് മുമ്പിൽ മൂടിയിട്ടിരിക്കുന്ന അവസ്ഥകൾ, കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്ന രോഗങ്ങൾ, മുട്ടിന് താഴോട്ട് അനങ്ങാൻ കഴിയാതെ, ജോലിയെടുക്കാൻ കഴിയാതെ ചില റിപ്പോർട്ടുകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുക. അങ്ങനെ ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ ഉണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വന്നാട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നു പകലിൽ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അരയ്ക്ക് താഴ്പോട്ട് മുട്ടിനും നടുവിനും വേദനയുള്ളതുപോലെ ഈ ശബ്ദാലയറവ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓട്ടത്തെ കുറയ്ക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുമെണ്ണം ഓടിയെത്താൻ കഴിയാത്ത നിലവാരത്തിൽ ജീവിതത്തെ തകർത്തിയിടുന്ന രോഗശക്തികൾ ഇപ്പോൾ വിട്ടുമാറുകയാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നരിയാണി ഉറക്കട്ടെ, ശക്തി പകരപ്പെടട്ടെ, കൃപയിൽ ഇപ്പോൾ ജീവൻ വ്യാപരിക്കട്ടെ. രോഗബന്ധനങ്ങൾ അഴിയുകയാ. എല്ലാ റിപ്പോർട്ടുകളെയും ക്യാൻസൽ ചെയ്യുകയാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഇപ്പോൾ കൈവയ്ക്കുമ്പോൾ തന്നെ പരിശുദ്ധയാത്മാവ് സൗഖ്യമാക്കുകയാ. ഇപ്പോൾ സൗഖ്യമാക്കുകയാ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി. മഴ അപ്രത്യക്ഷമാകുകയാ, വേദന അപ്രത്യക്ഷമാകുകയാ. ഇപ്പോൾ സൗഖ്യം റിസീവ് ചെയ്യുകയാ. ആത്മശക്തി വ്യാപരിക്കുകയാ. രോഗബന്ധനങ്ങൾ അഴിയുകയാ. ഉടഞ്ഞു പോകുന്ന പാത്രങ്ങളെ ഇന്നു പകലിൽ പരിശുദ്ധാത്മാവ് പണിയുകയാ. Every demonic compulsion, I break it.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ ഹീലാവട്ടെ, ഇപ്പോൾ ഹീലാകട്ടെ, ഇപ്പോൾ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാകുക. കർത്താവേ, ഞാൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് മേൽ വാദിച്ചു നിൽക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളും വിശ്വസിക്കുമെങ്കിൽ ഇന്ന് ഇപ്പോൾ ഇവിടെ വച്ച് യു ആർ ബീങ് ഹീൽഡ്. ഒരു തലമുറ ഉത്ഭവിക്കാൻ പോകുന്നു. ജീവിതത്തിന്റെ നടുവിൽ ഉദരത്തിന്റെ അകത്ത്, ശരീരത്തിന്റെ അകത്ത് ബലം വർദ്ധിക്കാൻ പോകുകയാ. ഹീലിംഗ് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാ. രോഗബന്ധനങ്ങൾ അഴിയുകയാ ഇപ്പോൾ. പാതയൊഴിഞ്ഞ് every demonic compulsions right now. ആത്മാവിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയുകയാ. ശാപങ്ങൾ വിട്ടുമാറുകയാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. പാതയൊഴിഞ്ഞ് സ്വസ്ഥമാകുക യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. സൗഖ്യം വ്യാപരിക്കുകയാ, സൗഖ്യം വ്യാപരിക്കുകയാ. 18 വർഷം ഹല്ലേലൂയ പിടിച്ചിട്ടിരുന്നതിനെ ഇന്ന് പകലിൽ റിലീസ് ചെയ്യുക. ഇവരും അബ്രഹാമിന്റെ മക്കളാകയാൽ ഇവിടെ നിൽക്കുന്ന ജനത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പറയുകയാ. അവന്റെ ആണി പഴുതുള്ള കരത്താൽ ഈ ശബ്ദപരിധിയിൽ നിൽക്കുന്ന എല്ലാവരുടെ മേലും സൗഖ്യദായകന്റെ ശക്തി വിശ്വസിക്കുമെങ്കിൽ ഈ പകലിൽ ഹല്ലേലൂയ നിങ്ങളെ തൊടാതെ എന്നവൻ കടന്നു പോകുകയില്ല. നമ്മളുടെ സൗഖ്യം എന്റെ കയ്യിൽ നിന്നല്ല, കാൽവറി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിന്റെ രക്തം. അവന്റെ സുവിശേഷത്തെ പ്രസംഗിക്കുമ്പോൾ, അവന്റെ ജീവനെ പ്രസംഗിക്കുമ്പോൾ ആത്മാന്തരീക്ഷത്തിൽ നാളുകളായി ശത്രു മൂടിവെച്ചതിനെ അടർത്തി മാറ്റിയതിനെ ഇപ്പോൾ റീബിൽഡ് ചെയ്യുകയാ. തൈറോയ്ഡ് ലെവലുകൾ നോർമൽ ആകുകയാ, പിസിഒഡികൾ നോർമൽ ആകുകയാ. നീയും അബ്രഹാമിന്റെ മകനാകയാ. ഇപ്പോൾ you are a seed of Abraham. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ സർജറി നോർമൽ ആകുകയാ. ബിഫോർ ദ ഡേറ്റ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഇടയിൽ ഇപ്പോൾ വചനത്തിലേക്ക് കയറുകയാ. എന്നോട് കൂടെ ഹല്ലേലൂയ വായിച്ചാട്ടെ. സങ്കീർത്തനം 16:6. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോടും ജനത്തോടും അറിയിക്കുവാനിരിക്കുന്ന സന്ദേശം, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു, എൻ്റെ അളവ് നൂൽ വീണ ദേശം ഇതാ, എന്റെ അളവ് നൂൽ വീണ സ്ഥലം എവിടാ? എന്നോട് പറഞ്ഞു, ഗോൽഗോഥയിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ വീണിരിക്കുകയാ. ബ്ലെസ്സിംഗ് ടുഡേ. ഈ സഭയിൽ നിൽക്കുന്ന ജനത്തോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നമുക്കൊരവകാശം, നമ്മുടെ അളവ് നൂൽ ക്രിസ്തുവിൽ വീണിരിക്കുകയാ. പിതാവായ ദൈവം തന്റെ മുഴുവാളത്വം ക്രിസ്തു എന്ന ഏക ശരീരത്തിൽ മറച്ചു വെച്ച് ഭൂമിയിൽ അയച്ചിട്ട് പറഞ്ഞു, എന്റെ നിറവിനെ ഞാൻ സഭയ്ക്കു നൽകിയിരിക്കുകയാ. ആ അളവ് നൂൽ ഇന്ന് പകലിൽ ഈ ദൈവസഭയുടെ മേൽ, ഈ ജീവന്റെ മേൽ റിലീസ് ചെയ്യുകയാ.
Shebra Totolobana Yalayaraba, Erasakatele Yardela Brabana, Mibirial Brabantela Kadara Chada Dagadere, Mibrasa Katala Yartare, Waigal Doranania Bashayel, Waigal Turanania Bashayel, Paul Praticumbol. വെളിപ്പെടുകയാ നിങ്ങളുടെ അവകാശം വെളിപ്പെട്ടു വരികയാ. റബനലയ സന്തോലെ സമാധാനം സ്ഥിരമാകുകയാ. യഹോവ ശമ്മയായവന്റെ മീതെ വീണ് കിടക്കുന്ന നിങ്ങളുടെ അളവ് നൂൽ ഇന്ന് പകലിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങളുടെ മീതെ, സമാധാനമില്ലാത്ത തലമുറകളുടെ മീതെ, നിരന്തരം വഴക്കുകൾ ഉണ്ടാകുന്ന കുടുംബങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, നിരന്തരം വഴക്കുകൾ ഉണ്ടാകുന്ന, മാതാപിതാക്കളോട് എതിർത്തു നിൽക്കുന്ന കുഞ്ഞു തലമുറകൾ മുതൽ 30-35 വയസ്സ് വരെ പ്രായമുള്ളവർ ഉണ്ടാകുന്ന വഴക്കുകൾ ഇപ്പോൾ സെറ്റിലാകുകയാ. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുന്നു. എന്റെ ദൈവത്താൽ വഴക്കുകളെ സെറ്റിലാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പറയുകയാ, ആ വഴക്കുകൾ ഇന്നും നിൽക്കുകയാ. ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും കാണിക്കുന്നു, 8, 9, 10 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് തറുതല പറയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതൊരു സ്പിരിറ്റാണ്, അതിനെ ക്യാൻസൽ ചെയ്യുക. അവരുടെ ജീവിതത്തിന് നേരെ, അവരുടെ ഭാവിക്ക് നേരെ, അപ്പനെയും മക്കളെയും തെറ്റിക്കേണ്ടതിന് അവരുടെ മീതെ കൊണ്ടുവന്നിരിക്കുന്ന പൈശാചിക അജണ്ടകളെ വാക്കുകളുടെ മേൽ, അന്തരീക്ഷത്തിന്റെ മേൽ, ഈ കുടുംബങ്ങളുടെ മേൽ ദൈവിക സമാധാനത്തെ എല്ലാ ഇശ്മായേലിയ ശക്തികളെയും ഷണ്ടയുണ്ടാക്കുന്ന, വാഗ്ദത്തത്തിന് എതിർ നിൽക്കുന്ന ഇശ്മായേലിയ ശക്തികളെ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുകയാണ്. കുത്തുന്നത് പോലെ ഭവനത്തിന്റെ അകത്ത്, റിലേറ്റീവ്സിന്റെ അകത്ത് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോടെന്ന് പറയുന്നവണ്ണം നിന്നെ നിന്ദിക്കുന്ന നിന്ദകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ വചനം പറയുന്നു, നിന്റെ തല ഉയരേണ്ടതിന് നിന്ന അവന്റെ മീതെ വീണു. നിങ്ങളെ നിന്ദിക്കുന്നവേ, നിന്ദകൾ മാറിപ്പോകുകയാ, നിന്ദകൾ ഉരുണ്ടു മാറുകയാ. ജീവിതത്തിന്റെ നിന്ദകൾ മാറുകയാ. വാതിൽ തുറന്നു വരികയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വീടുകൾക്കകത്തേക്ക് സമാധാനത്തിന്റെ പ്രഭു ആത്മാവിൽ പറയുകയാ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ ഒരു നാളും കാണുകയില്ല. നിന്നെ വേദനിപ്പിച്ച, നിന്നെ നിന്ദിച്ച, നിന്റെ തല തീർക്കുമാറാക്കിയ ആ വേദന ഇന്ന് നിൽക്കുകയാ. വിശ്വസിക്കുമെങ്കിൽ every horse strongholds go in the mighty name of Jesus. Every demonic spells, every agenda of the darkened world, every generational spirit that takes over authority, I cast you out. Mibirial Brabantolia Bravariasa, Mibirias Catola Brabanto, Mishba Brabala Caresia Raba, Ridoli Ertela Brabaragadagadi. Hallelujah. അടുത്തു വരുന്ന 30 മിനിറ്റിന്റെ അകം ഇത് കണ്ടിട്ടില്ലാത്തതുപോലെ പരിശുദ്ധ ആത്മാവിന്റെ ആഴങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്.
ഇപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെട്ട യാതൊരു ശക്തികളും നിങ്ങളെ പിന്തുടരുകയോ നിങ്ങളുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ആകുകയോ ചെയ്യുകയില്ല. അതിനെ ഞാൻ സീൽ ചെയ്യുകയാ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ, കല്ലറകൾക്ക് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ പുനരുത്ഥാനം അവന്റെ പുനരുത്ഥാനമാകയാൽ അളവനൂൽ നമ്മൾക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്കൊരു നല്ല അവകാശം ലഭിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന അവകാശം, നിർദോഷം നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം എന്ന അവകാശം, അവന്റെ രക്തത്താലുള്ള നീതീകരണം, അവന്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം, അവന്റെ രക്തത്താലുള്ള പുനരുത്ഥാനം വീഴുകയാ, വീഴുകയാ. ജനത്തിന്റെ മീതെ വീഴുകയാ. വിശ്വസിക്കുന്നവരുടെ മേൽ അളവ് നൂൽ വീഴുകയാ. വചനത്തിൽ നിന്ന് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വേഗം എളുപ്പത്തിൽ നമ്മൾക്ക് വായിക്കാം. വെളിപ്പാട് എഴുതിയ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. വെളിപ്പാട് പുസ്തകം. പിന്നെ ധണ്ണുപോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപാട് പുസ്തകം വരുമ്പോൾ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യത്തെ ദൈവസഭയോട് മുന്നറിയിപ്പെന്നവണ്ണം പറയുകയാ. പിന്നെ ധണ്ടുപോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ച ചില തോട്ട് പ്രോസസ്സുകളുണ്ട്, ചിന്താമണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാണ് സൃഷ്ടി. അതിന് നമ്മൾ പറയില്ലേ, അതിൻ്റെ ഓർഡർ ദൈവമാണ്. അതിന് വേറെ ഒരു ഉത്ഭവമില്ല. സൃഷ്ടിപ്പ്, ജീവൻ, അതിൻ്റെ ഉറവിടം ദൈവമാണ്. വെളിച്ചം അതിൻ്റെ ഉറവിടം ദൈവമാണ്. വെള്ളം അതിൻ്റെ ഉറവിടം ദൈവമാണ്. ഹല്ലേലൂയ. എന്നത് പറയുന്നത് പോലെ ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന വൺ ഡൈമെൻഷൻ ഓഫ് ഗോഡ്, ഒരു നിലവാരം യേശു ക്രിസ്തുവിൻ്റെ അകത്തും ദൈവവചനത്തിൻ്റെ അകത്തും ഉള്ളതാണ്. മെഷർമെൻറ്റുകൾ, അളക്കുക, അളക്കുക, അളന്ന് കിട്ടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, നമ്മളെ അളക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ സ്വർഗത്തിൽ, ഇറ്റേണിറ്റിയിൽ കടക്കുന്നതിനു മുൻപ് അളക്കപ്പെടുന്ന ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ മുൻപ് ദൈവവചനത്തിൽ നമ്മുടെ കണ്ണോടിക്കുമ്പോൾ മത്തായി സുവിശേഷം 7:2, മാർക്ക് 4:24, ഇവിടെ എല്ലാം പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടുന്നു. ഹല്ലേലൂയ. വേറെ ഒരു ഭാഗത്ത് പറയുന്നു, ചോദിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഖറിയ പ്രവചനം 2:1. സഖറിയ പ്രവചനം 2:1. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. സഖറിയ പ്രവചനം മുതൽ ഇങ്ങ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, വെളിപ്പാട് വരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ഡൈമെൻഷനിൽ പുറപ്പെടുന്ന ഒരു വാക്കുണ്ട്, അളക്കുക. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് ദൈവം അളക്കാൻ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ അളന്ന് ലഭിക്കുന്നു.
ഹല്ലേലൂയ. നിങ്ങൾ അളക്കുന്ന അളവിനാൽ അളന്നു കിട്ടുന്നു. എത്ര പേർ അളന്നിട്ടുണ്ട്? കൈപൊക്ക്. 2 കിലോ അരി ഇട്ടാൽ 50 പേർക്ക് കഴിക്കാമോ? 2 നാഴി അരി ഇട്ടാൽ 20 പേർക്ക് കഴിക്കാമോ? അളക്കുന്ന അളവിനൊത്ത ചോറേ പൊലിച്ചു വരത്തുള്ളൂ. ഹല്ലേലൂയ. ഇനി ആ ഇടുന്ന അരിക്ക് മുകളിൽ ചോറ് വെന്തു വന്നാലും ഇട്ട അളവിനൊത്ത വേവലല്ലേ വരൂ. അതിനപ്പുറമായതൊന്നും വരത്തില്ലല്ലോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ, പരിശുദ്ധാത്മാവിന്റെ അകത്ത് തന്നെത്താൻ അളക്കുന്ന അളവിനാൽ ഇന്ന് പകലിൽ നിങ്ങൾ കളന്ന് കിട്ടാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയുന്ന പ്രസംഗത്തിലോ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, നിങ്ങൾക്ക് ലഭിച്ച അറിവിനാൽ, നിങ്ങൾ ചോദിക്കുന്ന അളവിനാൽ, നിങ്ങൾ പ്രകടിപ്പിക്കുന്ന അളവിനാൽ, നിങ്ങളുടെ വാഞ്ചയുടെ അളവിനാൽ നിങ്ങൾ കളർന്നു കിട്ടാൻ പോകുകയാണ്. നമ്മൾ അളന്നെടുക്കണം. കാരണം ഒരു നാളിൽ സ്വർഗത്തിൽ നിന്ന് ദൂതൻ പുറപ്പെടും. ആലയത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കേണ്ടതിന് ഒരുവന് ശക്തി ലഭിച്ചിട്ടുണ്ടെന്ന ഓർമ്മയിൽ ഇന്ന് പകലിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ജീവിതത്തിൽ പരിശുദ്ധ ആത്മാവിനും യേശു ക്രിസ്തുവെന്ന മഹത്വത്തെയും എത്രമാത്രം ആഴത്തിൽ അളന്നെടുക്കാം, അത്രമാത്രം ആഴത്തിൽ അളന്നെടുക്കേണ്ടതിന് ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്നവരുടെ മേൽ പരിശുദ്ധ ആത്മാവിന്റെ ജ്ഞാനത്തെയും തൻ്റെ തത്വത്തിന്റെ മർമ്മത്തിന്റെ മുദ്രയെയും തൻ്റെ പരിജ്ഞാനത്തിന്റെ കൃപയെയും വെളിപ്പെട്ടു കിട്ടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാ. Sheraskala prabana la bratiri lebratala katara prabana maura lebrosh makatala yarturi prabalava vaira prabala gadaga thereyarthara. വായിക്കാം എഫേസ്യ ലേഖനം 1:23. ഷെബ്ര ഖബര മൻതല സെബ്ര പ്രബല മൗര പ്രബര ഗഡഗുദുരി ലെബ്രോഷ് മഹസ് കതാല ബറാതുരി. എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആത്മാവിൽ ഈ വാക്യത്തെ ശ്രദ്ധിച്ചാൽ ക്രിസ്തുവെന്ന ധനത്തെ അളക്കുന്നത് നമ്മൾക്ക് കാണാം. എല്ലാത്തിൻ്റെയും നിറവ്, മെഷർ, എല്ലാത്തിൻ്റെയും അളവ്, നിറയ്ക്കുന്നവൻ്റെ നിറവ്. ആരാണോ നിറയ്ക്കുന്നത്? പിതാവായ ദൈവം. എവിടെയാണോ നിറച്ചിരിക്കുന്നത്? പുത്രനിലൂടെ തൻ്റെ സഭയെ നിറച്ചിരിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ തന്നെ വചനം പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾ കളന്നു കിട്ടും. ഇന്ന് പകലിൽ വചനം വിശ്വസിക്കുമ്പോൾ, വചനത്തെ ധ്യാനിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യമുണ്ട്. വെളിപ്പെട്ടു വരാത്തതും മറഞ്ഞിരിക്കുന്നതുമായ കാര്യത്തെ നമുക്ക് അളക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. വയലിൽ മറച്ചിട്ട് കരിക്കുന്ന എത്ര വലിയ നിധിയാണെങ്കിലും അത് നിധി തുറന്നു കിട്ടാതെ നിധി എത്രമാത്രമുണ്ടെന്ന് അളന്നെടുക്കാൻ കഴിയുകയില്ല. ഇന്ന് പകലിൽ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ ദൂത സൈന്യം ഒരളവ് നൂൽ പിടിച്ച് ഈ റൂമിൻ്റെ അകത്ത് നിൽക്കുകയാ. നിങ്ങൾ ചോദിക്കുന്ന അളവിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന അളവിന് അളന്നു തരേണ്ടതിന് ഇന്ന് പകലിൽ God has released his mighty angels. Hallelujah. Hallelujah. വിശ്വസിക്കുമെങ്കിൽ ആത്മമണ്ഡലത്തിൽ ഡിക്ലെയർ ചെയ്യുക, നാളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏഞ്ചലിക് എൻകൗണ്ടേഴ്സ് ഇപ്പോൾ ആക്ടിവേറ്റഡ് ആകട്ടെ, ഇപ്പോൾ ആക്ടിവേറ്റഡ് ആകട്ടെ. വായി തുറന്ന് ചോദിക്കുക, കർത്താവേ, എൻ്റെ മേലെ അളവ് നൂൽ അങ്ങയുടെ പക്കലേക്ക് ഞാൻ മെഷർ ചെയ്യുമ്പോൾ Shera sakatala paratela waira prabantala prabala kadaga turiyal dara mibroish marget tereyal prabantuli. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. ഷെബ്ര തല പ്രബര കടകദുരി. ഹല്ലേലൂയ. യഥാസ്ഥാനത്തനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അതിൻ്റെ 12 മുതൽ വായിക്കാമോ?
അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. ഹല്ലേലൂയ. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്ന ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സൂപ്പർ നാച്ചുറലായ എൻറ്റിറ്റി, ലോകരക്ഷകനെന്നും സൗഖ്യദായകനെന്നും സമാധാന പ്രഭുവെന്നും റെവല്യൂഷണറി മാൻ എന്നും വിളിക്കപ്പെടുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവല്ല നമ്മളെ പുരുഷത്വത്തിലെത്തിക്കുന്നത്. വചനം പറയുന്നു അവൻ്റെ പരിജ്ഞാനത്താലുള്ള ഐക്യത. ഹല്ലേലൂയ. ഐക്യത എങ്ങനെയാ വെളിപ്പെടുന്നതെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും രോഗവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് നിങ്ങൾ 10 പേർ വിശ്വസിക്കുമ്പോൾ വെളിയിൽ നിന്നൊരു പുതിയ ആൻറ്റി കയറി വരികയാ. ശരീരത്തിൽ രോഗമാ. ഈ 10 പേർ ക്രിസ്തുവിലുള്ള ഐക്യതയിൽ പറയുക, ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ക്രിസ്തുവിനെ പറ്റി ഒരു കാര്യം എനിക്ക് ഗ്രഹിച്ചു കെട്ടി. നമ്മൾ 10 പേർക്കും ഒരു കാര്യം അറിയാം, അത് ഐക്യതയിൽ പറയുക, നമ്മുടെ യേശുവിന് സൗഖ്യമാക്കാൻ കഴിയും. വചനം പറയുന്നു 2-3 പേർ എൻ്റെ നാമത്തിൽ എന്തു ചോദിച്ചാലും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് നൽകി തരുമെന്നുള്ള വാഗ്ദത്തത്തെ അവിടെ അൺലോക്ക് ചെയ്യുക. ഇന്ന് പകലിൽ ആത്മമണ്ഡലത്തിൽ അളവ് നിങ്ങൾ ചോദിക്കണം. വാക്യങ്ങൾ വെറുതെ ഉള്ളവയല്ല, അത് ആഴമുള്ള കിണറാണ്. ഇത് നമ്മൾ പ്രാപിക്കേണ്ടതാണ്. ഇത് നമ്മളുടെ നോളജ് ആകരുത്, ഇത് നമ്മളുടെ അറിവാകരുത്. ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൻ്റെ ഐക്യത ദൈവസഭയ്ക്കുണ്ടാകണം. അവിടെ ജനത്തിന് ഞാൻ പുരുഷനോ സ്ത്രീയോ എന്നില്ല, യവനനോ എബ്രായനോ എന്നില്ല, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൻ്റെ ഐക്യത. തികഞ്ഞ പുരുഷത്വം. Hallelujah. It is a measurement of your capacity. ഇന്നലെ വൈകുന്നേരം ആത്മാവിൽ ദൂത് പറഞ്ഞു, നിങ്ങളുടെ കപ്പാസിറ്റി ഇൻക്രീസ് ആകുകയാണ്. ആത്മാവിൽ ദൂത് പറയുകയാ, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ പരിജ്ഞാനം ഐക്യതയായി വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്ത് ആത്മമണ്ഡലത്തിൽ നിങ്ങളെ നോക്കി വിളിക്കും, പുരുഷത്വം പ്രാപിച്ചവർ. കാറ്റിനാൽ ഉഴയപ്പെടുന്നവരല്ല, അവിശ്വാസത്താൽ ഉഴയപ്പെടുന്നവരല്ല, ക്രിസ്തുവിനെ പറ്റി ഒരു ബോധ്യം ലഭിച്ചവർ. അതേ അളവ് നൂൽ നമ്മൾക്ക് ഗോൽഗോഥയിൽ കാൽവറി രക്തത്തിൽ വീണിരിക്കുകയാ. ഇന്ന് പകലിൽ അവനെ പറ്റിയും അവന്റെ ക്രൂശിൽ തന്ന ജയത്തെ പറ്റിയും കാൽവറിയിൽ ക്രൂശിൽ നിന്ന് പാതാളത്തിൽ ഇറങ്ങി പാതാളത്തെയും മരണത്തെയും ഭേദിച്ച് പുനരുത്ഥാനത്തിന്റെ ശക്തിയിലേക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പറ്റിയുള്ള ഐക്യത. ഇനി 3 വിധമായ മെഷർമെന്റുകൾ. ഒന്ന് ദൈവസഭയോടുള്ള ദൂതാണ്. വായിക്കാം 2 കൊരിന്ത്യർ 10:13-14. ഷെബ്രാസ് മെഖെലോറംഷി ലേറസ് മെഖേലിയർ മൻതല പ്രബരഗജുരി. നിങ്ങൾ ചെവിയാൽ കേൾക്കും. മത്തായിയല്ല, 2 കൊരിന്ത്യർ 10:13-14. ഞങ്ങളോ അളവില്ലാത്ത വണ്ണമല്ല, നിങ്ങളുടെ അടുക്കലോളം എത്തുമാറ് ദൈവം ഞങ്ങൾ കളന്ന് തന്ന അതിരിൻ്റെ അളവിന് ഒത്തവണ്ണം അത്രേ പ്രശംസിക്കുന്നത്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവവചനം വായിക്കണം. ഹല്ലേലൂയ. ദൈവവചനം തിരിച്ചും മറിച്ചും വായിക്കണം. ഹല്ലേലൂയ. വായിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഈ ലോകത്തിൽ വായന അറിയാകുന്നവർ, എഴുത്തും വായനയും അറിയാവുന്നവർ ഈ ലോകത്തിൽ ഒന്ന് വായിച്ചില്ലെങ്കിലും ദൈവവചനം വായിച്ചിരിക്കണം. മർമ്മങ്ങൾ ജീവിതത്തെ ട്രാൻസ്ഫോർം ചെയ്യും. മർമ്മങ്ങൾ ജീവിതത്തിൻ്റെ മേൽ കിടക്കുന്ന ഐഡൻറ്റിറ്റികളെ പൊളിച്ചെഴുതും. ജ്ഞാനമില്ലാത്തവർക്കും ജ്ഞാനമുണ്ടാകും, സൗന്ദര്യമില്ലാത്തവർക്ക് സൗന്ദര്യം വർദ്ധിച്ചു വരും. റസ്ബൽ ഖട്ടാര ബന്ധുരി, അവൻ്റെ മഹത്വം നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മുടെ രൂപം രൂപാന്തരപ്പെട്ടു വരികയാ.
ഇവിടെ പറയാ, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൂട്ടാളികളുമായി കൊരിന്ത പട്ടണത്തിൽ രണ്ടാമത്തെ മിഷണറി യാത്രയ്ക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരു തർക്കത്തിലേക്ക് അവിടെ പറയുകയാ, ആ അധ്യായത്തിൽ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഒരു കോമ്പറ്റീഷൻ. ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് നിങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ടും ആൾക്കാരുള്ളത് കൊണ്ടും പണമുള്ളത് കൊണ്ടും ഇവിടെ വരെ എത്തിയെന്ന് പറയുന്ന ചില പറച്ചിലുകൾ ആത്മമണ്ഡലത്തിൽ കേൾക്കുകയാ. ദൈവസഭയെ, ദൈവത്തിൻ്റെ ആലയത്തിനെതിരെ പൊങ്ങുന്ന വാദഗതികൾ, പ്രൊജക്റ്റുകൾക്കെതിരെ അസൂയയുടെ കണ്ണുമായി നിൽക്കുന്ന നിങ്ങളെക്കാൾ ഞങ്ങൾ അധികം വളരുമാറാകുമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് പൈസയുള്ളത് കൊണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ സമ്പാദ്യമുള്ളത് കൊണ്ട് നിങ്ങൾ ഇത്രയും ആ വിസ്തൃതത്തിലെത്തി. പക്ഷെ പരിശുദ്ധയാത്മാവ് തട്ടി എഴുന്നേൽപ്പിച്ചിട്ടൊരു ദൂത് പറയുകയാ, ഞങ്ങൾ അളവില്ലാത്ത വണ്ണമല്ല നിങ്ങളുടെ അടുക്കലോളം എത്തുമാറ് ദൈവം ഞങ്ങൾക്ക് അളന്ന് തന്ന അളവ്. അപ്പോസ്തലന്മാരെ, എന്നെ കേൾക്കുന്ന മിനിസ്റ്റേഴ്സെ, നിങ്ങൾ ഇന്നുവരെ ഏതറ്റം വരെ പോയോ അതിനെ പൊട്ടിച്ചു കയറുന്ന ഒരളവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും സഹോദരിമാർ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, I decree and declare in the mantle of prophetic, may you break your boundaries. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുകയാ, ഇന്നുവരെ എത്തിയത് സ്വാധീനം കൊണ്ടാണെന്നും മനുഷ്യരുടെ കൈവേലയാണെന്നും പറഞ്ഞ് ജീവിതത്തിനും സഭയ്ക്കെതിരെ വാദിച്ചു നിൽക്കുന്ന ശത്രുവിന്റെ അജണ്ടകളെ പൊളിച്ചടക്കി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അതിർ വിശാലമാക്കാൻ പോകുകയാ. ആ രസത്തിൽ നിങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം, നിങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം can I prophesy to you? Man of God and woman of God, I pray and declare, somebody hold by the power. അളവുകൾക്ക് നിയന്ത്രണമിട്ട മേഖലകൾ, every spirit of jealousy, power, power, നിന്റെ ശബ്ദത്തെ ഒടക്കിയതിനെ, നിന്റെ ജീവിതത്തിന് അളവുകോൽ വെച്ചതിനെ, right now I break the boundary. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് പരക്കട്ടെ. Hey, come on, power of God. കഴിഞ്ഞ 7 വർഷമായി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കിടന്ന നന്മയെ വലിച്ചെടുത്തു കൊണ്ടുപോയ ദുഷ്ടന്റെ കരം ഇന്ന് പൊട്ടിമാറുകയാ. 7 വർഷം ജീവിതത്തിന്റെ പദ്ധതികൾ പൊളിച്ചിട്ട ആത്മാവിൽ കൽപ്പിക്കുകയാ, മടങ്ങി ചെല്ലുമ്പോൾ 2 വലിയ അത്ഭുതങ്ങൾ നിങ്ങളെ ഉറപ്പിക്കേണ്ടതിന് സ്നാനങ്ങൾ. Your destiny was not this. പ്രതീക്ഷിച്ചതല്ല ഇപ്പോൾ നിൽക്കുന്നത്. ആഗ്രഹിച്ച ഡെസ്റ്റിനിക്ക് അപ്പുറമായത് ദൈവത്തിന്റെ ആത്മാവ് പറയുക, സാരാഫത്ത് എന്റെ പദ്ധതിയാ, എഴുന്നേൽക്ക, നിന്നെ നിർത്താനുണ്ട്. ഇപ്പോൾ കിട്ടുന്ന അടക്കഴിക്ക് നിനക്ക് ദീർഘദൂരം. ദൈവദാസനെ ദീർഘദൂരം. എയർപോർട്ടുകൾ തുറന്നു വരികയാ. Within the United States of America, I declare, let your territory expand. New connection, new ways of wisdom. I release, I decree, I declare, ഇന്ന് വരെ പ്രാപിച്ചിട്ടില്ലാത്തതും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതുമായ അസാധാരണമായ അളവുകൾ. സുമി എന്നൊരു പേര്. സുമി
ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്ന ഇന്നു മാറും. വേദനകൾ ഇന്ന് മാറും. ഈ കല്ല് എനിക്ക് ഉരുട്ടി മാറ്റും. എന്നെ കൊണ്ട് തനിയെ കഴിയത്തില്ല എൻ്റെ ഭവനം കെട്ടിപ്പടുക്കാൻ, ഭാവിയെ കരുതാൻ ഒറ്റയ്ക്കു കഴിയുകയില്ല. എന്നാൽ മറിയ കാണുന്ന ഒരു കാഴ്ച, മഗ്ദലക്കാരത്തി മറിയേ, ദൈവം നിന്നോട് പറയുന്നു, ഒറ്റയ്ക്ക് രാത്രിയിൽ ഇറങ്ങി വന്നവളെ, നിന്നെ നോക്കി പറയുന്നു, ഒറ്റയ്ക്ക് വീട് വിട്ടിറങ്ങിയവളെ, ഒറ്റയ്ക്ക് വന്നവളെ, ഈ കല്ലാർ ഉരുട്ടി മാറ്റും. യഹോവയുടെ ദൂതൻ ഉരുട്ടി മാറ്റി അതിൻ്റെ മുകളിലിരിക്കുന്നത്. സുമയുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ചേഞ്ച് ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് വിശ്വസിച്ചാട്ടെ. Pastor Shema, I saw in my spirit there are talks around the churches. People you believe your friends, people you believe you have no competition with. Within the inner circle, they are beginning to bash and say it is because of the money, it is because of the people, manpower you have reached so far. This is the extent they will go. 2 കൊരിന്ത്യരിൽ പറയുകയാ, അവൻ ഞങ്ങൾക്ക് അളന്ന് തന്ന കൃപയ്ക്കൊത്തവണ്ണം നിങ്ങളുടെ അടുത്ത് സുവിശേഷം എത്തിക്കാൻ. ഈ കാണുന്നത് ദൈവം നിങ്ങൾക്ക് അളന്ന് തന്ന കൃപയാ, നിങ്ങൾക്ക് തന്ന പോർഷനാ. ആത്മാവിൽ ഇന്ന് പറയുകയാ, there are legions of angels opening boundaries for you, you woman of God, you. There will be no sharers in that boundary. You will be alone, but it is your time. It is your time. നിങ്ങൾക്ക് അളന്നു കിട്ടാൻ പോകുകയാ. ഇന്നലെ കണ്ട അതേ മുഖങ്ങൾ ഞാൻ കാണുകയാ. ചെറിയ മൂക്കും വളരെ ഫെയറായ കൊച്ചു കുഞ്ഞുങ്ങൾ, പെൺപിള്ളേർ, 13 വയസ്സ് മുതൽ 35-40 വയസ്സ് വരെയുള്ളവർ, യേശു ക്രിസ്തുവിന്റെ പേർ മാത്രം കേട്ടിട്ടുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ തീയിറക്കാൻ ഒരു ചർച്ചുമായി കണക്റ്റഡ് ആകുന്നു. മേഘാലയ, ത്രിപുര, അവിടെയുള്ള ജനത്തെ, you are not a speaker, you are hosting things. Lara Shantuli Armana, your time of being a guest is over. Lasmaratela. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒറ്റയ്ക്കുള്ള ട്രാവലുകൾ വർദ്ധിക്കാൻ പോകുന്നു. ഒറ്റയ്ക്കുള്ള ട്രാവലുകൾ വർദ്ധിക്കാൻ പോകുന്നു. ലാബ്ര ശതുല, മേഘാലയ, ത്രിപുര. വൈറ്റ് മുഖത്ത് കാണാം എനിക്ക് കണ്ണിൻ്റെ മുൻപിൽ മറുകുകളുള്ള പൊട്ടുകൾ പോലെ മറുകുകളുള്ള ഒരുപാട് പെമ്പിള്ളാർ അളന്നു കിട്ടാൻ പോകുകയാ. കോമ്പറ്റീഷനുകളെ ബ്രേക്ക് ചെയ്യുന്ന, മണിക്കോ പവറിനോ സ്വാധീനത്തിനോ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത നിലവാരത്തിലുള്ള സോൾവിങ് ഇന്ന് പകലിൽ ഞാൻ റിലീസ് ചെയ്യുക. പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയർത്തി. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 49 വാക്യം. അങ്ങനെ യോസേഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വച്ചു. അളപ്പാൻ കഴിവില്ലാതാകയാൽ അളവ് നിർത്തിക്കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യോസേഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വച്ചു. ഈ സഭയോടുള്ള അടുത്ത ദൂത്, ശേഖരിച്ചു വച്ചതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്ന
ധാന്യങ്ങളല്ല, they are seeds. വിത്തുകൾ. ആത്മാവിലും കൃപാവരങ്ങളിലും ജനങ്ങൾക്കകത്ത് കിടക്കുന്ന വിത്തുകൾ, കൈവച്ച് റിലീസ് ചെയ്യപ്പെട്ട വിത്തുകൾ ഒരു കാലത്തേക്കെന്നവണ്ണം മിസ്രൈമിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ക്ഷാമം പുറപ്പെടാൻ പോകുകയാണ്. അപ്പന്റെ ഭവനത്തെ പോഷിപ്പിക്കേണ്ടതിന് യോസേഫ് അവന്റെ ധാന്യപ്പെട്ടി തുറക്കുന്നത് പോലെ അകത്തു കിടക്കുന്ന വിത്തുകൾ, പലരാൽ നിങ്ങൾക്ക് ലഭിച്ച കൃപകൾ, ദൈവദാസന്റെയും ദാസിമാരുടെയും കൈവെപ്പിനാൽ നിങ്ങളുടെ മീതെ അളവില്ലാതെ അളന്ന് വ്യാപരിച്ചു കിടക്കുന്ന വിത്തുകൾ പുറത്തു വരുവാൻ സമയമായെന്ന്. ഇന്ന് പകലിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് അളവുകളെ പൊട്ടിച്ച് കിടക്കുന്ന വിത്തുകളെ മഴ നൽകി പൊലിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ തയ്യാറാണ്? എൻ്റെ ശബ്ദം മുഴുവനും പോയി. നമ്മൾക്ക് അവസാനമായി എസെക്കിയേൽ 47:3 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്നോട് പരിശുദ്ധ ആത്മാവ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ദൂത് പറഞ്ഞു, ഞാൻ അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. 2, ഞാനൊരു അളവ് നൂലുമായി അവർക്കിടയിലേക്ക് ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം നരിയാണിയോളമായി. അടുത്ത വാക്യം, അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി, വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി തുറന്നു. ഇന്ന് പകലിൽ അളവ് നൂൽ നിങ്ങൾക്ക് വീണത് ഈ നദിക്കകത്താന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവർ ഇപ്പോൾ വായി തുറന്ന് ശബ്ദമുയർത്തി, അളവ് നൂൽ നിങ്ങൾക്ക് ഈ നദിക്കകത്തു വീണിരിക്കുന്നു. ഇറങ്ങി നിൽക്കുകയാ, ദൂത സഞ്ചയം ഇറങ്ങി നിൽക്കുകയാ. ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അളവ് നൂലിനെ റിലീസ് ചെയ്തിരിക്കുകയാ. ഞാൻ ഒരാളുടെ മുഖം കാണുന്നു. നാളുകളായി പരിശുദ്ധ ആത്മാവ് എന്നെ തൊടണമെന്നും ഈ പറയുന്ന പോലുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും പ്രാർത്ഥിക്കുന്ന 3 പേർ ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുന്നു. ഫ്രണ്ട്സ് പോലെ, ഒരു ക്ലോസ്ഡ് നിറ്റ് കമ്മ്യൂണിറ്റി പോലെ. അങ്ങനെ ആരെങ്കിലും ഇതിൻ്റെ നടുവിലുണ്ടോ? ഇന്ന് പകലിൽ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അളന്ന് നിങ്ങളുടെ മീതെ പകരം. ഇന്ന് പകലിൽ വിശ്വസിക്കുമെങ്കിൽ അളന്ന് പകരാൻ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് തൊട്ടി
ഇങ്ങ് വരെ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി നിങ്ങളുടെ ശരീരങ്ങളിൽ ഇപ്പോൾ power of the precious Holy Spirit, അഭിഷേകത്താൽ നിറയുക. ശക്തി ഇതുവരെ ഇല്ലാത്ത അനുഭവങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൃപ അളന്ന് തരുകയാ. കണ്ണുകൾ അടച്ച് വായി തുറന്ന് ഇപ്പോൾ റിലീസ് ഇറ്റ്. Power. Sharati Ruka Satala Waira Prabala Alan Tariga Alan Tariga. ഇന്ന് പകലിൽ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ദൂത് പറയാം. ചോദിക്കുന്നതിനൊത്തവണ്ണം നിങ്ങൾ അളക്കുന്ന അളവിനാൽ, നിങ്ങൾ ചോദിക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് ലഭിക്കാൻ പോകുന്നുവെന്ന്. I am a guest preacher. എൻ്റെ സ്ഥാനം അതേ ഉള്ളൂ. ചോദിക്കാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാ. അളന്നു തുറന്നു തരാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കഴിയൂ. നിങ്ങളുടെ മാതാപിതാക്കൾ തുറക്കാത്തതൊന്നും മക്കളുടെ മീതെ വരികയില്ല. ആത്മമണ്ഡലത്തിൽ ദൂത് പറയുകയാ, നിങ്ങളെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാ. യൂട്ടിലൈസ് യുവർ പാസ്റ്റേഴ്സ്, സീക്ക് them, ask them to open. അവർ തുറന്നാൽ നിങ്ങൾക്ക് മുകളിൽ ആരും അത് അടയ്ക്കുകയില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് പറയുക, അളവ് നൂൽ നിങ്ങൾക്ക് കാൽവറി ക്രൂശിലും അവന്റെ പുനരുത്ഥാനത്തിലും വീണിരിക്കുന്നു. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾ കളന്നു കിട്ടും. ഹല്ലേലൂയ. വെളിപ്പാട് 11:1 ദണ്ടുപോലെയുള്ള ഒരു കോൽ ഒരു മനുഷ്യന് ലഭിച്ചു. അവനോട് പറയുന്നു, നീ ചെല്ലുക, ആലയത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. നിങ്ങൾ അളക്കപ്പെടാൻ പോകുന്നു. നിങ്ങൾ അളക്കപ്പെടാൻ പോകുന്നു. അതിനു മുൻപ് അളന്നു ചോദിപ്പാൻ. blessing today, it is your time and your season. അളവ് നൂൽ ഈ സഭയ്ക്ക് മുൻപിൽ ഓപ്പൺ ആണ്. ദൂത സഞ്ചയം നിങ്ങൾക്ക് ഓപ്പൺ ആണ്. വായികൾ തുറന്ന് ശബ്ദമുയർത്തി, യേശുവേ, ഇതുവരെ തന്നിട്ടില്ലാത്ത ഒരാത്മ പകർച്ച ഈ ജനത്തിന്റെ മേൽ വീഴട്ടെ. മാതാവേ, നിങ്ങളുടെ മീതെ വീഴട്ടെ, നിങ്ങളുടെ മീതെ വീഴട്ടെ. പുതിയതിനെ കയറി പിടിക്കുവാൻ, പുതിയ ആത്മാക്കളെ കയറി പിടിക്കുവാൻ, ചിലതിനെ കൂടെ ഉദ്ധരിച്ചെടുപ്പാൻ ആത്മാവിൽ തീ പകരുകയാ. പവർ. പ്രായം നോക്കരുത്, ജെൻഡർ നോക്കരുത്, നിങ്ങളുടെ സാഹചര്യം നോക്കരുത്. പരിശുദ്ധാത്മാവേ, ആ പൈതലിനോട് ദൈവാത്മാവിൽ ദൂത് പറയുക. പുതിയ അളവുകൾ ഈ ദൂതൻ നിങ്ങൾ ചോദിക്കുന്നത് അളന്നു കിട്ടാൻ പോകുകയാ. ഒരു ദൂതൻ ഇറക്കി, അവൻ ആദ്യം നരിയോളം കൊണ്ടുവന്നു, 1000 കൂടെ അളന്നു, അത് മുട്ടെത്തി. 1000 കൂടെ അളന്നു, അത് അരിയാണി എത്തി. നീന്തിയിട്ടല്ലാതെ ചോദിക്ക്. കേബാർ നദീതീരം ചോദിക്ക്. തുറക്കപ്പെട്ട ഐസയുടെ മുഖചിത്രം ചോദിക്ക്. യാബോക്കിന്റെ നദീതീരം ചോദിക്ക്. ആത്മദിവസത്തിൽ, കർത്തൃദിവസത്തിൽ ആത്മവിവശത ചോദിക്ക്.
ചോദിക്ക്, വായി തുറന്ന് ചോദിക്ക്. എന്നെ അളക്കുന്നതിന് മുൻപ് അളന്ന് ചോദിക്ക്. നിന്നെ അളക്കുന്നതിന് മുൻപ് നിങ്ങൾ അളക്കുന്നതിന് മുൻപ് അളന്നു ചോദിക്ക്. അളവ് നൂൽ conference women, it has fallen upon the cross of Calvary. ക്രിസ്തുവിൽ നിങ്ങൾ പുരുഷത്വം പ്രാപിക്കട്ടെ. അവനെ പറ്റിയുള്ള ഐക്യതയിൽ നിങ്ങൾക്ക് പരിജ്ഞാനമുണ്ടാകട്ടെ. You will never be the same today. ആത്മാന്തരീക്ഷത്തിൽ വളരെ വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. രാത്രി പകലാക്കി പ്രാർത്ഥിക്കുമെങ്കിൽ സാറാ, നിന്നോട് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്നെ എടുത്തുകൊണ്ടു പോകും. മറഞ്ഞിരിക്കുന്ന നിഗൂഢ നിധികളെ ചോദിച്ചത് തരും. ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്തത്, hidden treasures of your glory shall come upon you. The Lord will settle you. വളരെ വലിയ ആത്മസാന്നിധ്യം ഈ ഹോളിൽ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇവിടെ ക്വയർ ലീഡ് ചെയ്യുന്നവർ ആരാധനയിൽ ഈ ജനത്തെ നയിച്ചാട്ടെ. ഈ സാന്നിധ്യത്തിൽ ദൂതന്മാർ നിങ്ങളെ ശുശ്രൂഷ ചെയ്യട്ടെ.